ഐ ലവ് മുഹമ്മദ് കലാപത്തിന് പിന്നിൽ സമാജ്വാദി പാർട്ടിയുടെ ബന്ധം മറനീക്കി പുറത്തുവരുന്ന തെളിവുകൾ വന്നു. ശബ്ദ സന്ദേശം പ്രചരിപ്പിച്ചത് സുബൈർ അഹമ്മദ് ഖാൻ എന്ന സമാജ്വാദി പാർട്ടിയുടെ നേതാവാണ്. ഇയാൾ സമാജ്വാദി പാർട്ടിയുടെ കാൺപൂരിലെ പ്രാദേശിക നേതാവാണെന്ന് തെളിയിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നു. ഡൽഹിയിൽ നിന്ന് എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, നേരത്തെ തന്നെ ഈ ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ സെപ്റ്റംബർ മാസം 4-ാം തീയതിയാണല്ലോ ഈ ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിൻ എന്ന നിലയിൽ വലിയ തോതിലുള്ള ചിത്രങ്ങളും പോസ്റ്ററുകളും പ്രചരിച്ചത്. അതേ തുടർന്ന് സംഘർഷം ഉടലെടുക്കുന്ന സാഹചര്യം യുപിയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായി. ഇപ്പോൾ ഈ കലാപത്തിന്, ഈ സംഘർഷങ്ങളുടെ ആസൂത്രണം സമാജ്വാദി പാർട്ടിയും അതിൻ്റെ ചില പ്രാദേശിക നേതാക്കന്മാരുമാണെന്ന് തെളിയിക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ പുറത്തു വരികയാണല്ലോ നന്ദൻ. ഗൗതം, സുബൈർ അഹമ്മദ് ഖാൻ ഇയാൾ നേരത്തെ ഉത്തർപ്രദേശ് പോലീസിന്റെ ഭാഗമായിരുന്നു. ഇയാളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടും അതേപോലെ തന്നെ ഇയാളുടെ പ്രവൃത്തി കൊണ്ടും ഇയാളെ പോലീസ് സേനയിൽ നിന്നും പിരിച്ചുവിടുകയായിരുന്നു. അതായത് ചില ഇന്റലിജൻസ് രേഖകളും മറ്റും ഇയാൾ പുറത്ത് ചില ഇസ്ലാമിക സംഘടനകൾക്കും മറ്റും ചോർത്തി നൽകിയെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സുബൈർ അഹമ്മദ് ഖാനെ പോലീസ് സർവീസിൽ നിന്നും പുറത്തുവിട്ടത്. ഈ സുബൈർ അഹമ്മദ് ഖാൻ ഇയാൾ ഒരു ഓഡിയോ ക്ലിപ്പ് പ്രചരിപ്പിച്ചിരുന്നു. ആ ഓഡിയോ ക്ലിപ്പിൽ വ്യക്തമാക്കിയിരുന്നത് ഐ ലവ് മുഹമ്മദ് എന്നുള്ള ബാനറുകൾ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിക്കുന്നതിന് ഹിന്ദു സമൂഹം എതിരാണ്, ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കണം എന്നുള്ള ഒരു ഓഡിയോ ക്ലിപ്പായിരുന്നു ഇയാൾ പ്രചരിപ്പിച്ചത്. ഈ ഓഡിയോ ക്ലിപ്പ് പ്രചരിച്ചതോടെയാണ് കാൺപൂരിലടക്കം ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ സംഘർഷമുണ്ടാകാനുള്ള ഒരു കാരണമായത്. ബറീലയിലടക്കം വലിയ സംഘർഷമുണ്ടായി, പോലീസ് ലാത്തിചാർജ് നടത്തുകയുണ്ടായി. ഇത്തരം വലിയ സംഘർഷങ്ങൾക്ക് കാരണമാകാൻ ഒരു പ്രധാന ഒരു സന്ദേശം എന്നുള്ളത് ഈ സുബൈർ അഹമ്മദ് ഖാന്റെ ഓഡിയോ സന്ദേശമായിരുന്നു. ഇയാൾക്ക് സമാജ്വാദി പാർട്ടിയുമായി അടുത്ത ബന്ധമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇയാൾ സമാജ്വാദി പാർട്ടിയുടെ പ്രാദേശിക നേതാവാണ്. ഇയാൾ പോലീസിൽ നിന്നും ഇയാളെ പിരിച്ചുവിട്ടതിൽ പിന്നെ ഇയാൾ സമാജ്വാദി പാർട്ടിയുടെ സജീവ പ്രവർത്തകരും നേതാവുമായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല, കാൺപൂർ ജില്ലാ പ്രസിഡന്റിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു ചിത്രവും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതായത് സമാജ്വാദി പാർട്ടിക്ക് ഈ ഉത്തർപ്രദേശിൽ നടന്ന ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട അക്രമങ്ങളിൽ വ്യക്തമായ പങ്കുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ ഈ ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമായ സന്ദേശം നൽകിയിരുന്നു. സനാതന ധർമ്മം എല്ലാവരെയും ആരാധിക്കും, എന്നാൽ സനാതന ധർമ്മത്തെ ചവിട്ടി നശിപ്പിക്കാമെന്ന് കരുതിയവർക്ക് തെറ്റി, അവർക്ക് ഒരു തരത്തിലും രക്ഷപ്പെടാൻ അവസരം ലഭിക്കില്ല എന്ന യോഗി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, താലിബാൻ രീതികളും ദാറുൽ ഇസ്ലാം സ്വപ്നങ്ങളും അനുവദിക്കപ്പെടില്ല, അത് ഉത്തർപ്രദേശിലോ അല്ല, നരകത്തിൽ പോലും അനുവദിക്കില്ല എന്നുള്ളതാണ് ശക്തമായ ഭാഷയിലാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് താക്കീത് നൽകിയത്. എല്ലാ പൗരന്മാർക്കും ബഹുമാനവും സംരക്ഷണവും ഉറപ്പാക്കുമെന്നും, എന്നാൽ സ്ത്രീകളെയും വ്യാപാരികളെയും പോലീസിനെയും ആക്രമിക്കുന്നവരെ, മതത്തിന്റെ പേരിൽ കലാപം സൃഷ്ടിക്കുന്നവരെ ഭാവി തലമുറകൾ പോലും ഓർക്കുന്ന വിധത്തിലുള്ള കഠിനമായ ശിക്ഷ നൽകുമെന്നായിരുന്നു അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത്.